ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഗൈസ്, ചൂട് ഇത് ഗൈസ് വേർക്ക് നോക്കറോ, എല്ലാവർക്കും വേർപ്പ ഗൈസ്. ഗൈസ് ഞാൻ തലയിൽ തുണിയായിട്ട് എന്താണെന്ന് വെച്ചാൽ വേർപ്പ് മുഖത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി ഗൈസ് ഈ സാധനം വാങ്ങിനി. ഈ സാധനം ഇട്ടാൽ ഗൈസ് ഈ തുരുമ്പിക്കും. ഗൈസ് ഫുള്ള് വേർപ്പിൽ തുരുമ്പിക്കലേ ഉണ്ടാവും ഗൈസ് ഇതിൻ്റെ ജോലി. ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പം വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു. ഗൈസ് ചൂട് കാരണം നിൽക്കാൻ പറ്റുന്നില്ല ഗൈസ്. ജനലിൽ വന്നിട്ട് AC ഇട്ടിട്ടും കാര്യമില്ല ഗൈസ്, പുറത്തിറങ്ങുമ്പോൾ ചൂടായിരിക്കും ഗൈസ്. ചൂട് കാരണം കുപ്പായിടാൻ കഴിയുന്നില്ല ഗൈസ്. ഇതാ ബനിയൊന്നും ഇട്ടില്ല ഗൈസ്, ചൂടെടുത്തിട്ട് ഗൈസ്. എന്താണിത് ചൂട് ഗൈസ്? വൈകുന്നേരം ആകുമ്പോൾ മഴക്കാറുണ്ടാവും, എന്താണെന്നറിയില്ല ഗൈസ്. നോക്കാം റോട്ടിക്കത്തെ വെയില, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഗൈസ്. അയ്യോ ഫുൾ വെയിലാണ് ഗൈസ്. ഇത് നോക്കാം, പത്രത്തിൽ ചുട്ടുപൊള്ളുന്നു ഗൈസ്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ്? ഇന്നും നാളെയും മഞ്ഞ അലർട്ട്. അടിപൊളി ഗൈസ്. ഞാനിങ്ങനെ എൻ്റെ പഴയ വീട്ടിൽ പോയിട്ട് വരാം ഗൈസ്. വീട്ടിൽ നിൽക്കാൻ കഴിയില്ല, ആടി എന്തായാലും നിൽക്കാനും കഴിയില്ല ഗൈസ്. ഗൈസ് ഫുൾ ഫേവർത്ത് ഒലിക്കലാണ് നോക്കറാ ഗൈസ്. ഒക്കെ അപ്പുറത്തെ വീട്ടിലേക്ക് പോയേക്കാം ഗൈസ്. പത്രത്തിൽ വരെ കണ്ണൂർ ജില്ലയിലെ ഗൈസ് കൂടുതൽ ചൂട്, കണ്ണൂർ ജില്ലയിലാണ് കൂടുതൽ. അയ്യോ ഇന്നും നാളെയും മഞ്ഞ അലർട്ട് ഗൈസ്. അങ്ങനെ നിൽക്കുമെന്നൊന്നും അറിയില്ല ഗൈസ്. ഇപ്പം തന്നെ ഇങ്ങനെ, ഇത് മാർച്ച് മാസം ഗൈസ്. മാർച്ച് മാസം തന്നെ ഇങ്ങനെ ചൂട്. അന്നേരം ഏപ്രിലും മെയ്യിലും എങ്ങനെയായിരിക്കും ഗൈസ് ഒന്നും അറിയില്ല ഗൈസ്. പുറത്ത് പോലും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ഷീറ്റുള്ളതുകൊണ്ട് പിന്നെ ഒരു ആശ്വാസമുണ്ട്. അധികം വെയിലത്തും വാങ്ങില്ല ഗൈസ്. നോക്കറ ചുട്ടുപൊള്ളുന്ന ഗൈസ്. ഞാൻ ചോറൊന്നുമില്ല, ചോറൊന്നാണ് അത്ര ഗൈസ്. ഇപ്പം 3 മണിയായി, ഞാൻ ചോറൊന്നുമില്ല ഗൈസ്. 3 മണിയല്ല, 2:30 ചോറ് തിന്നില്ല ഗൈസ്. ചോറൊന്നും കാണുന്നില്ല. ഓക്കെ ഗൈസ്, ചോറ് കിട്ടി. ഞാൻ ചോറ് തിന്നിട്ട് വരാം ഗൈസ്. ഗൈസ് നേരത്തെ എല്ലാം ചക്കച്ചോളം തിന്നാണ്ട് ഇപ്പം വറുത്ത അരച്ചതാണ് ഗൈസ്. ചോറെടുത്തു. ഇതാണ് ചോറ് തിന്നിട്ട് വരാം ഗൈസ്. നല്ല തൈര്, ഒരു മീൻ വറുത്തത്, ഒരു നാരങ്ങച്ചാറ്, കുറേ ചോറ്. ഗൈസ് ഇത്ര വരെ ഒരു മീൻ വറുത്തത് ഉണ്ടായില്ലു, കുറേ മീൻ വറുത്തത് നമുക്ക് കിട്ടി ഗൈസ്. എൻജോയ് ഗൈസ്. ഒന്നും കഴിയണില്ല ഗൈസ്. ഞാൻ ഗൈസ് നിങ്ങൾ നോക്ക്, സ്ക്രീനിൽ മൊത്തം വെയിലായിട്ട് ഇതായിട്ടുള്ളേ ഗൈസ്. ഗൈസ് ഈ ചൂട് എങ്ങനെ ഞങ്ങൾക്ക് സഹിക്കണം എന്നറിയില്ല ഗൈസ്. ഇനി 2 മാസമുണ്ട് ഗൈസ്. മാർച്ചിലിപ്പോൾ ഇങ്ങനെ, അന്നേരം ഏപ്രിലും മെയ്യിലും എങ്ങനെ ആയിരിക്കും ഗൈസ് ഒന്നും പറയാൻ കഴിയില്ല ഗൈസ്. നല്ല വെയിലുണ്ട് കേട്ടോ ഇപ്പം ഗൈസ്. കണ്ണിലടിച്ച് കയറുമെന്ന് ഗൈസ്. ഇന്നത്തെ ഈ വ്ളോഗ് എന്തായാലും ഒരു ഓവർ ഹീറ്റ് വ്ളോഗാണ് ഗൈസ്. എന്തായാലും ചൂട് ഗൈസ്. തമ്മിൽ എന്തായാലും ചൂടെന്ന് കൊടുത്തേക്കാം ഗൈസ്. ഞാനിപ്പോൾ തമ്മിലാക്കി ഗൈസ്. ഇത്ര ഒരു തമ്മിലാക്കുന്നുണ്ടായിരുന്നു ഈ വീഡിയോൻ്റെ ഗൈസ്. പിന്നെ നമ്മളെ ചാനലിൽ ഒരു വ്ളോഗ് വരാനുണ്ട്. ആ വ്ളോഗ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ 2 ദിവസം മുമ്പ് ചെയ്ത് വെച്ചിന് ഗൈസ്. അത് ഇട്ടിട്ടില്ല. ഇതെത്ര ഗൈസ്. ഈ വ്ളോഗ് വന്നിട്ട് എന്തായാലും ആ വ്ളോഗും വരും ഗൈസ്, ഉറപ്പാണ് ഗൈസ്. ഒരു ഗൈസാണ് ആ വ്ളോഗ്. ഞാൻ എന്താ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്ക്. ഈ വ്ളോഗ് ഇട്ടിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ ആ വ്ളോഗും ഇട്ടു ഗൈസ്, ഉറപ്പാണ് ഗൈസ്. അന്ന് ഞാൻ ഏതൊരു വ്ളോഗ് ഗൈസ്, ഏതൊരു വ്ളോഗ് ഞാൻ പറഞ്ഞിരുന്നു ഒരു വ്ളോഗ് ഞാൻ ഇടുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇട്ടില്ല ഗൈസ്. അത് സംഭവം എന്ന് വെച്ചാൽ വ്ളോഗ് ഡിലീറ്റ് ആയി പോയി ഗൈസ്. ഇനി ആദ്യം മുതൽ ചെയ്യണം ഗൈസ്. ആ ഡേ ഇൻ മൈ ലൈഫിൻ്റെ പാർട്ട് 2 ചെയ്തതാണ് ഗൈസ്. അത് ഡിലീറ്റ് ആയി പോയി. ഇനി എപ്പോഴെങ്കിലും ഒരിക്കൽ ചെയ്യണം ഗൈസ്. ആ ഡേ ഇൻ മൈ ലൈഫിൻ്റെ പാർട്ട് 2 ഉടൻ വരും ഗൈസ്. ഡേ ഇൻ മൈ ലൈഫിൻ്റെ പാർട്ട് 2 വരും. ഒരിക്കൽ നമ്മൾ ചെയ്തതിനായിരുന്നു ഗൈസ്, വലിയ റീച്ചൊന്നും ഉണ്ടായില്ല ഗൈസ്. നമുക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ ചെയ്യുക ഗൈസ്. അതാ ചെയ്ത് വെച്ചിനി, പക്ഷേ ഡിലീറ്റ് ആയി പോയതാണ്. ഉടൻ വരും ഗൈസ്, ഉറപ്പ് ഗൈസ്. ചോറൊക്കെ നേരത്തെ കഴിച്ചിന് കേട്ടോ ഗൈസ്. ഇപ്പം ഇങ്ങനെ ആലോചിക്കുകയാണ് ഗൈസ്. ഇത്ര നേരം ഞാൻ തമ്മിലാക്കുന്നുണ്ടായിരുന്നു ഗൈസ്. എന്തായാലും തമ്മിലാക്കാൻ വേണ്ടി ഇപ്പോൾ അരമണിക്കൂർ എടുത്തു ഗൈസ് തമ്മിലാക്കാൻ വേണ്ടി ഗൈസ്. സാധാരണ വേഗം ഞാൻ തമ്മിലാക്കുന്നത് ഗൈസ്. ഇന്നെന്നറിയില്ല, അരമണിക്കൂർ എടുത്തു ഗൈസ്. ഞാൻ ടേബിളാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരണം. വേണ്ട എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ ആണ്. തമ്മിൽ അതാണല്ലോ കൊടുത്തത് ഞാൻ ഗൈസ്. ബെഡിൽ നടോ നല്ല സൺലൈറ്റ് ഇങ്ങനെ വന്ന് ഇതാ ഇങ്ങനെ ഇവിടെ ഇടിക്കുന്നത് ഗൈസ്. നോക്കറാ ഫുൾ വെയിലാണ് ഗൈസ്. ഈ ചൂട് എങ്ങനെ നമ്മൾ സർവൈവൽ ചെയ്യുന്നത് ഗൈസ് വലിയ ടാസ്ക് ഗൈസ്.
നോക്കറാ ഗൈസ്, ഈ ചൂടെല്ലാം നമ്മൾ സർവൈവ് ചെയ്താലുണ്ടല്ലോ നമുക്കതിൽ എന്തെങ്കിലും ഗിഫ്റ്റ് തരേണ്ടി വരും, സമ്മാനം തരേണ്ടി വരും, അത്രയുള്ള ചൂടാണ് ഗൈസ് ഇവിടെ. ഗൈസ് നിങ്ങളുടെ അടുക്കൽ എത്ര ചൂടുണ്ടെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എൻ്റെ അടുക്കൽ നല്ല ചൂടാണ് ഗൈസ്. നോക്കറാ, അയ്യോ ഗൈസ്, സണ്ണിനൊന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. അവിടെ സണ്ണുണ്ട് കേട്ടാ ഗൈസ്. ഇതേ ഗൈസ് എൻ്റെ ഒമ്പോ നല്ലോണം ഉണ്ട് ഇപ്പോൾ ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗൈസ് ഇപ്പം ഇപ്പം നല്ല ഇതുണ്ടേ ചൂട് ഗൈസ്. കുറച്ച് കഴിയുമ്പോൾ ചൂട് പോകും, അങ്ങനെയായിരിക്കും ഗൈസ്. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കാർമേഘ ഈ മഴ പെയ്യാൻ പോകാൻ പറ്റിയിട്ടുണ്ടാവില്ലേ, മഴക്കാറ് പിടിച്ചിട്ട് ചൂട് കൂടുതലായിരിക്കും അന്നേരം. ഇങ്ങനെ മൂടിക്കെട്ടിയൊരവസ്ഥയില്ലേ, മൂടിക്കെട്ടിയൊരവസ്ഥയിൽ നോക്കുമ്പോൾ ഗൈസ് നമ്മളെ ഇവിടുന്ന് ഇങ്ങനെ വെന്ത് ഇതാവുകയെ ഗൈസ്. ഇഞ്ചായി കൊല്ലുന്നെല്ലാം പറയുന്നില്ല, അതേമാതിരി ഗൈസ്. ആ വെന്ത് എൻ്റെ പൊന്നോ ഒന്നും പറയാൻ കഴിയില്ല ഗൈസ്. ഇപ്പം ഞാൻ AC നിന്ന് ഇട്ടില്ല. AC ഇടാത്തെന്ന് വെച്ചാൽ ഇപ്പം ഇട്ടാൽ പിന്നെ പുറത്തിറങ്ങാൻ കഴിയില്ല ഗൈസ്. പുറത്തിറങ്ങുമ്പോൾ ഒടുക്കത്തെ ചൂടായിരിക്കും ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇട്ടാൽ പണി കിട്ടും, ചൂട് കൂടും. അതാണ് ഇട്ടാനുള്ള പ്രശ്നം ഗൈസ്. ഇപ്പം ഞാൻ ഫാനിൻ്റെ ഇതിലാണ് ഇപ്പം നിൽക്കുന്നത് ഗൈസ്. ഫാൻ ഇട്ടിട്ടും കാര്യമില്ല, ഫാനൊന്നും ചൂട് കാറ്റ് വരുന്ന ഗൈസ്. അതാണ് പ്രശ്നം. ഫാൻ ഇട്ടാൽ ഇവിടുത്തെ കാറ്റെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുന്നു, ചൂടാണ് ഇവിടെ, അതാണ് ഗൈസ്. ഇന്നാട്ടാ തൃച്ചംബരത്തെ കൊടിയേറ്റം, ഇന്നാണ് ഉത്സവം തുടങ്ങുന്നത് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഗൈസ്. ഞാൻ പോയില്ല ഗൈസ്. ഞാൻ വേറെ ദിവസമായിട്ടും ഉത്സവത്തിന് പോകാൻ വിചാരിച്ചു ഗൈസ്. ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൊടി ഉയർത്തിയ ഗൈസ്. കൊടിയേറ്റത്തിന് പോകാൻ പറ്റിയിട്ടില്ല ഗൈസ്. പിന്നെ ഇപ്പം ഞാൻ പോകും, മറ്റന്നാളായിട്ടും പോകും ഗൈസ്. മറ്റന്നാൾ രാവിലെ 6 മണിക്ക് പോകണം ഗൈസ്. അത് വ്ളോഗ് ചെയ്യാൻ പറ്റുമോ നോക്കുക, പറയാൻ കഴിയില്ല. രാവിലെ എണീച്ചാലേ പോകാൻ പറ്റുമോ, വേറെ കാര്യം ഗൈസ്. നിങ്ങളെല്ലാം എങ്ങനെ ചൂട് സർവൈവ് ചെയ്യുന്ന താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അനക്കൊന്ന് സർവൈവ് ചെയ്യാൻ കഴിയും അങ്ങനെ ചൂട് ഗൈസ്. എനിക്ക് ഇന്നലെ വരെ ഒരു ചൂടുകൂരും ഉണ്ടായില്ല ഗൈസ്. ഇന്ന് ചൂടുകൂരു വന്നു കണ്ടോ, ഫുൾ ചൂടുകൂരു. ഇപ്പം ഇങ്ങനെ നിങ്ങൾ കാണിച്ചു തരുമോ, ഇവിടെല്ലാം ഫുൾ ചൂടുകൂരു വന്ന് ഗൈസ്. ഒന്നും കഴിയുന്നില്ല ഗൈസ്. ഇതൊരു ചൂട് വ്ളോഗായിരുന്നു ഗൈസ്. എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇന്ന് അധികം ക്ലിപ്പൊന്നും എടുക്കുന്നില്ല ഗൈസ്. ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് ഗൈസ്. എന്തായാലും നല്ല വ്ളോഗായിട്ട് പിന്നെ വരാം ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്. പിന്നെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ പാർട്ട് 2 വരും ഗൈസ്. അത്രേ ഉള്ളൂ.